പലസ്തീനിലെ രക്ഷകരായി ചമഞ്ഞിറങ്ങി ഒരു വ്യാഴവട്ട കാലത്തോളമായി ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ട് നിലനിൽപ്പിനു വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വെച്ച് വിലപേശി ഇസ്രായേലിന്റെ നിസ്സഹായ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഗാസയിൽ കിടന്ന് അഴിഞ്ഞാടാമെന്നുള്ള ഹമാസിന്റെ മോഹങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കോടെ ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ഗാസയിൽ നിന്ന് പിന്മാറാനായിരുന്നു ഹമാസിന്റെ വിധി. എന്നാൽ വാൾത്തല കാട്ടിയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് പോർക്കലി തുള്ളിയും ഗാസയിലെ പാവങ്ങളുടെ തല വെടിവെച്ച് ചിതറിച്ചും അസ്വസ്ഥത ശമിപ്പിച്ച ഹമാസിന്റെ സമ്പൂർണ്ണ നാശം മാത്രം ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഹമാസിന്റെ പ്രൊപ്പഗാൻഡ വീഡിയോയിലൂടെ ശ്രദ്ധേയനാവുകയും പിന്നീട് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്ത റേം ബ്രസാവ്സ്കി എന്ന യഹൂദൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ട് ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ബ്രേം ബസാവ്സ്കി എന്ന പേരോ ആ വ്യക്തിയെയോ ലോകത്താർക്കും പരിചയമില്ലായിരിക്കാം. എന്നാൽ ചില മാസങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ തടവറയിൽ എല്ലും തോലുമായ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നുകൊണ്ട് സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ദൃശ്യം ലോകത്ത് ആർക്കും അങ്ങ് മറന്നു കളയാൻ കഴിയുന്നതല്ല. അത്രമേൽ മനുഷ്യഹൃദയങ്ങളെ വേദനിപ്പിച്ച ആ ദൃശ്യങ്ങളിൽ ജീവച്ഛവം ആയിരുന്നു കൊണ്ട് സ്വന്തം ശവക്കുഴി തോണ്ടിയ ആ ചെറുപ്പക്കാരൻ ഹമാസിന്റെ തടവറയിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരതയുടെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആഹാരമോ വെള്ളമോ കൊടുക്കാതെ പട്ടിണിക്കിട്ട് എല്ലും തോലുമാക്കി തൻ്റെ മനുഷ്യ ചൈതന്യമെല്ലാം കെടുത്തിക്കളഞ്ഞിട്ട് അല്പം ശ്വാസം മാത്രം ശേഷിച്ച് തൻ്റെ ശരീരത്തിലേക്ക് അതിക്രൂരമായ വിധത്തിൽ ലൈംഗിക ആസക്തികൾ ഇറക്കി വെച്ചുകൊണ്ട് ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാർ തന്നെ ആവർത്തിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ഭീകരന്മാർ പറഞ്ഞിട്ടായിരുന്നു സ്വന്തം ശവക്കുഴി താൻ കുത്തിയത് എന്നും താൻ മാത്രമല്ല തടവറ വിട്ട് പുറത്തു പോകാതിരിക്കാൻ ബന്ദികളെ മുഴുവൻ ആൺ പെൺ ഭേദമില്ലാതെ നഗ്നരാക്കിയാണ് ഇട്ടിരുന്നത് എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഹൃദയം നൊന്ത വാക്കുകൾ ഇപ്പോൾ ലോകമനസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഹമാസ് ഭീകരന്മാരെ പോരാളികളെന്നും സേനാനികളും ഒന്നുമൊക്കെ വിളിച്ച് അവർക്ക് ഡെക്കറേഷൻ അടിച്ച കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും അവരെ പലസ്തീന്റെ വിമോചന സമരക്കാരെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്നവരും ഈ പിശാചുകൾക്ക് വേണ്ടി ആചാരക്കതിനെ മുഴക്കി ആർപ്പ് വിളിച്ചവരുമെല്ലാം റേം ബ്രാവ്സ്കിയുടെ വെളിപ്പെടുത്തലിന് മറുപടി പറയാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഗാസയിൽ തടവിലായിരുന്നപ്പോൾ അനുഭവിച്ചത് അങ്ങേയറ്റം ഭയാനകവും അപമാനകരവുമായ ലൈംഗിക അതിക്രമമായിരുന്നുവെന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു ഇസ്രായേലി ബന്ദിയുടെ വെളിപ്പെടുത്തൽ വന്നതിന്റെ പിന്നാലെയാണ് ലോകം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്ന റേം ബ്രാവ്സ്കിയുടെ ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ ഗാർഡായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം ചാനൽ 13 നൽകിയ അഭിമുഖത്തിൽ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തന്നെ തടവിലാക്കിയപ്പോൾ നഗ്നനാക്കി കെട്ടിയിട്ടതടക്കമുള്ള അതിക്രൂരമായ പീഡനങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അവർ തൻ്റെ എല്ലാ വസ്ത്രങ്ങളും ഊരി മാറ്റിയിട്ട് തന്നെ കെട്ടിയിട്ടു എന്നും പൂർണ്ണ നഗ്നനായിരുന്നപ്പോൾ ഭക്ഷണമില്ലാതെ താൻ മരണത്തെ മുഖാമുഖം കണ്ടുവെന്നും തന്നെ രക്ഷിക്കൂ, ഇതിൽ നിന്ന് എന്നെ ഇപ്പോൾ തന്നെ പുറത്തു കൊണ്ടുവരൂ എന്നും താൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചുവെന്നും വിങ്ങിപ്പൊട്ടി പറഞ്ഞുകൊണ്ടുള്ള 21 വയസ്സുകാരനായ ആ ബ്രാവ്സ്കിയുടെ വാക്കുകൾ കേട്ട് ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത് ഹമാസ് എന്ന പിശാചുകൾ ഇനി ലോകത്തിന് വേണ്ട എന്ന് തന്നെയാണ്. തന്നെ എല്ലും തോലുമാക്കി ആ തടവറയിൽ കെട്ടിയിട്ടത് ചെകുത്താന്മാരായിരുന്നുവെന്നും മനുഷ്യർക്കാർക്കും ഇത്തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും താൻ ചെകുത്താന്മാരെ നേരിട്ട് കണ്ടിട്ട് വന്നിരിക്കുകയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നരകത്തിന്റെ ദിവസങ്ങളെയാണ് താൻ അതിജീവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈ വർഷം ആദ്യമാണ് എല്ലും തോലുമായി മരണത്തോട് മല്ലടിച്ച് കിടന്ന ബ്രാവ്സ്കിയുടെ ദൃശ്യങ്ങൾ തീവ്രവാദികൾ പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ബ്രാവ്സ്കിയുടെ സ്വന്തം പിതാവിന് പോലും തൻ്റെ മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഭക്ഷണത്തിന് പകരമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ തീവ്രവാദികൾ തൻ്റെ മകനെ സമ്മർദ്ദം ചെലുത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഇസ്രായേലി മാധ്യമങ്ങളോട് അന്ന് വെളിപ്പെടുത്തിയത്. ഹമാസിന്റെ തടവിലായിരുന്നപ്പോൾ തങ്ങൾ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരകളായി എന്നുള്ള ആരോപണങ്ങളുമായി മറ്റ് ഇസ്രായേലി ബന്ദികൾ രംഗത്ത് വന്നിരുന്നു. സ്ത്രീ ബന്ദികൾ മാത്രമാണ് ഇതുവരെ മുന്നോട്ട് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പുരുഷന്മാരും സമാനമായ പരാതികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ യാതൊരു നാണക്കേടുമില്ലാതെ ഹമാസ് ഈ ആരോപണങ്ങളെല്ലാം ആവർത്തിച്ച് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനുഷികമായ ഒരു ദയയ്ക്കും ദാക്ഷിണ്യത്തിനും അർഹതയില്ലാത്ത വിധത്തിലാണ് ഹമാസ് എന്ന കൊടും ക്രൂരന്മാരായ ഇസ്ലാമിക തീവ്രവാദികൾ ബന്ദികളോട് പെരുമാറിയത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇതാണ് ഇസ്ലാമിക തീവ്രവാദികൾ, അവർക്ക് ഇങ്ങനെ മാത്രമേ പെരുമാറാൻ അറിയുകയുള്ളൂ എന്ന സനാതനമായ ഒരു കാര്യം ഇവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. തങ്ങളുടെ പൗരന്മാരെ തൊടുന്നവർ ആരായാലും
അവനെ തീർക്കുമെന്ന് ഉഗ്രശബ്ദം ചെയ്തിരിക്കുന്ന ഇസ്രായേൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാണാൻ ലോകം ഇപ്പോൾ ഗാസയിലേക്ക് തന്നെ ഉറ്റുനോക്കുകയാണ്.